ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ മനോഭാവം അനുസരിച്ച് പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ ഓരോ പ്രായത്തിനനുസരിച്ച് വിചാരങ്ങൾക്കും വ്യത്യാസം വരും. എന്നുവെച്ചാൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾക്ക് പ്രകടമായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം. അത് നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ ഒരു പ്രായം കഴിഞ്ഞ പങ്കാളികൾ ഇഷ്ടപ്പെടുന്ന ചില രീതികളും അതിൻ്റെ ചില പ്രത്യേകതകളുമാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏത് കാലമാണെങ്കിലും അതിനെ കളർഫുള്ളാക്കുന്ന, റിലാക്സ് ആക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് പല സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിക്ക് പ്രായം കൂടുന്നത് കൊണ്ട് മാത്രം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിചാരങ്ങൾ, കാമവികാരങ്ങൾ വർദ്ധിക്കണമെന്നില്ല. എന്നുവെച്ചാൽ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പ്രത്യേക പ്രായം വരുമ്പോൾ എല്ലാത്തിനും മാറ്റം വരും എന്ന് പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ശീലങ്ങളും മനോഭാവങ്ങളുമൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു കാമവികാരം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മച്ചുറായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ്. എന്നുവെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എത്രയോ പേരത് ആസ്വദിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഓരോ കാര്യത്തിലും അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ആരോട് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, ഇതിനെല്ലാത്തിനും വ്യക്തമായൊരു ധാരണയുണ്ട്. മാനസികമായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലെങ്കിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളൊന്നും മനസ്സിനകത്ത് വരുത്തില്ല. അതുകൊണ്ട് തന്നെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ചില മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും ചിലരെ സംബന്ധിച്ച് ക്ലിറ്റോറിസൊക്കെ കുറച്ച് ഹാർഡായിട്ട് വന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയോടായിരിക്കും ഇഷ്ടം. ഇതിനകത്ത് ഹാർഡ് നേച്ചർ വരുന്നത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നയിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് മൊത്തത്തിലൊന്ന് പുഷ്ടിപ്പെടുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളും ഹോർമോൺസുമാണ്. കാരണം ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ശരീരം ശക്തമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നതനുസരിച്ച്, പലതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് ഇതിനകത്ത് പല മാറ്റങ്ങളും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ പേരെ സംബന്ധിച്ചും അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ ഇത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തവരാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് സ്വയം ഇതിനകത്ത് പല കാര്യങ്ങൾ ചെയ്ത് സംതൃപ്തി കണ്ടെത്തുന്നുണ്ട്. നമുക്കിപ്പോൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനകത്തൊരു എനർജി ലെവൽ ഉണ്ടാകണം. അത് മനസ്സിൽ നിന്ന് കിട്ടുന്നതാണ്, ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേജിലുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും മച്യൂരിറ്റിയും ഇതിനകത്ത് പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്നറിയാവോ? ഓരോരുത്തരും സന്തോഷം കണ്ടെത്തുന്ന ഓരോ കാര്യത്തിനകത്താണ്. ചിലർക്കാണെങ്കിൽ സ്നേഹിക്കുന്നതിനകത്ത്, ചിലർക്കാണെങ്കിൽ കാമപരമായിട്ടുള്ള പ്രണയത്തിനകത്ത്. അങ്ങനെ പ്രണയത്തിൽ കൂടി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രതിമൂർച്ചയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും നല്ലൊരു തെറാപ്പിയാണ്. ഈ സമയത്ത് മുഴുവൻ മസിലുകളും നെർവുകളുമൊക്കെ നന്നായിട്ട് ടൈറ്റ് ആയതിനു ശേഷം റിലാക്സ് ആകുന്നുണ്ട്. തന്നെയല്ല, ഈ സമയത്ത് സന്തോഷത്തിൻ്റേതായ പല ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ പലതരത്തിലുള്ള വേദനകൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് പങ്കാളിയെ മാത്രം പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പങ്കാളിയുടെ ഏതെങ്കിലും ഒരു മാറ്റം ഈ ഒരു കാര്യത്തിൽ അവരെ ബാധിക്കും. സ്നേഹമുള്ള പങ്കാളികൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴും അവരുടേതായിട്ടുള്ളൊരു മാനസിക പ്രവർത്തനം കൊടുക്കണം ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഇതിനകത്തുള്ള നമ്മുടെ ഫാൻറ്റസികൾ, സ്വപ്നങ്ങൾ, ചിന്തകൾ ഒക്കെ തന്നെയാണ് എത്ര പ്രായം ചെന്നാലും ഈ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതിനെ നിറം പിടിപ്പിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് പറ്റിയ ഒരു പങ്കാളി ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിലും സ്വയം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അടുപ്പിച്ച് കുറേ നാൾ രതിമൂർച്ച വരാതിരുന്നാൽ പിന്നെ അതിനോടുള്ള താല്പര്യം ക്രമേണ കുറഞ്ഞു വരും. ക്രമേണ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം ഈ ഊർജം കൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിപ്പിക്കുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യും. തന്നെയല്ല, ഈ ഒരു സബ്ജക്റ്റിനോട് പോലും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും ഉണ്ടായി വരുന്നത്. ചിലർ പറയുന്നത് ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ, ഇനി എന്തിനാ ഇങ്ങനെയൊക്കെ. എന്നാൽ അങ്ങനെയല്ല, ഏത് പ്രായത്തിലും ഏത് രീതിയിലും നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. മാറിടങ്ങളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് പങ്കാളിയെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ സ്വയം ചെയ്യാം.
അതുപോലെ നമ്മുടെ കാലുകളിലും തുടകളിലുമൊക്കെ ധാരാളം പ്രഷർ പോയിൻറ്റുകളുണ്ട്. ഇവിടെയൊക്കെ തന്നെ പല ക്രിയകളും ചെയ്ത് രക്തയോട്ടം വർദ്ധിപ്പിക്കാം. ഇനി എത്ര തിരക്കാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം രതിമൂർച്ച എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം നല്ല രീതിയിൽ പ്രവർത്തിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ശരീരമാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പോൾ അതിനെ ബഹുമാനിക്കണം, കെയർ ചെയ്യണം, എല്ലാ തരത്തിലുള്ള വിശപ്പും മാറ്റണം. അതുപോലെ ഇതിനകത്ത് എക്സ്പീരിയൻസ് കൂടുന്തോറും മാറിടത്തിൻ്റെ ഭാഗം അതുപോലെ ക്ലിറ്റോറിസൊക്കെ കുറച്ച് ഹാർഡാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റേഞ്ചിലുള്ളവരെ സംബന്ധിച്ച് നാവ് കൊണ്ട് ചില ക്രിയകൾ ചെയ്യുന്നത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്തെ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ശരിക്കും ആസ്വദിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നാവും വിരലുകളും ഒരേ സമയം ഉപയോഗിച്ച് ചില ക്രിയകൾ ചെയ്യുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കണം. എന്നുവെച്ചാൽ ഏത് സാഹചര്യത്തിലും നമ്മുടെ മനസ്സ് ടോട്ടലി ടെൻഷൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സമയത്ത് സൗഹൃദം കൂടുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള വ്യക്തിയാണോ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ഉത്കണ്ഠയ്ക്ക് അല്ലെങ്കിൽ ഒരു ടെൻഷന് കാരണമായിട്ട് മാറരുത്. അതുപോലെ ഈ സമയത്ത് പുരുഷന്മാർക്ക് ആകർഷണം കൂടുതൽ തോന്നിപ്പിക്കുന്ന പല ക്വാളിറ്റീസും ഉണ്ട്. പ്രധാനമായിട്ടും അവരുടെ ആ മനസ്സിൻ്റെ മെച്യൂരിറ്റി മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനകത്ത് പുരുഷന് കൂടുതൽ ഇഷ്ടം ഒരു നിഷ്കളങ്കയേക്കാൾ മച്ചുറായിട്ടുള്ള ഒരാളെയാണ്. അതുപോലെ ചെയ്യുന്നതിനകത്ത് പ്രകൃതിയാൽ തന്നുള്ള പല റെസ്ട്രിക്ഷൻസും ഈ സമയത്തില്ലാതെ വരുന്നുണ്ട്. അതുപോലെ മാറിടത്തിൻ്റെ രൂപഭംഗിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക മാറ്റം തന്നെ സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെനപ്പോസിന് ശേഷമുള്ള ഹോർമോണൽ വേരിയേഷൻസ് ഒന്നും തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് പല സാഹചര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ചിലർക്ക് എന്താണ് വേണ്ടതെന്നും ഏത് രീതിയിലാണ് വേണ്ടതെന്നും വളരെ വ്യക്തമായിട്ടറിയാം. ഓരോ സമയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഓരോ തരത്തിലുള്ള എനർജി ലെവലാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തൊരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത ടെൻഷൻ തോന്നും. ഈ ടെൻഷൻ മറ്റ് പല കാര്യങ്ങളെയും ബാധിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തിലായിരിക്കും. ഇപ്പോൾ സ്വയമാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ പല രീതികളും കാണും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിനകത്ത് ഹാബിറ്റായിട്ട് വരുന്നതാണ്. അവർക്കതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഡോപ്പാമൈൻ ഹോർമോൺ ബ്രെയിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചിലരെ സംബന്ധിച്ച് പങ്കാളിയിൽ നിന്നും കുറച്ച് ഹാർഡായിട്ടുള്ള ചില പ്രത്യേക രീതിയിലുള്ള സ്ട്രോക്കുകൾ വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പലരുടെയും ഇതിനകത്തുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, കിട്ടുവാണെങ്കിൽ പൂർണ്ണമായിട്ടും വേണം, ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. ചിലർക്കാണെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും പല ടെൻഷൻ നിറഞ്ഞ സാഹചര്യം ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുപോലെ പങ്കാളിയോടാണെങ്കിലും ഈ സമയത്ത് എങ്ങനെ പെരുമാറണം, അവർക്ക് ഏത് രീതിയോടാണ് കൂടുതൽ ഇഷ്ടം, എങ്ങനെ റെസ്പോൺസ് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ടറിയാം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.